അത്രേ ഇപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് പഠിക്കാനുള്ള ഒരു പ്രേരണ ഈ സദസ്സ് നൽകി എന്നതിനാൽ ഇത് വിളിച്ചവർക്കും പ്രത്യേകിച്ച് മണിപ്പാൽ സാഹിബിനും എൻ്റെ അഗൈതവമായ നന്ദിയും പ്രാർത്ഥനയുമുണ്ട്. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ മതം പൂർത്തീകരിച്ചതാണ്. വളരെ കറക്റ്റായിട്ട് തന്നെ നിസ്കാരം, നോമ്പ്, എല്ലാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതാണ് യഥാർത്ഥ ആപ്റ്റ്. അതിനേക്കാളും ഒരു ഉപരി ഒരു ശാസ്ത്രം ഇന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഒരു നാട്ടിൽ 2 പെരുന്നാൾ ഒരു ദിവസം ആവുക എന്നുള്ളത് ശരിയില്ല. അതല്ലാത്ത അത് നമ്മൾ കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ഈ സദസ്സ് ഏതായാലും ഈ വിഷയം പഠിക്കണം എന്നുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും കാലം ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൽ പല ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പഠനത്തിന് ഇത് ഏതായാലും നമുക്ക് പ്രചോദനമാണ്. പഠനം തുടരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. പിന്നെ ഈ നോർത്ത് അമേരിക്കയിലെ ഒരു മൂൺ സൈറ്റിംഗ് കമ്മിറ്റി ഉണ്ട്. അവരുടെ കലണ്ടർ അവരിറക്കുന്നത് പിന്നെ ലോകത്ത് എവിടെയെങ്കിലും വിസിബിലിറ്റി ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം, ലോകത്ത് എവിടെയും ഗ്ലോബലി എവിടെയെങ്കിലും വിസിബിലിറ്റി ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒന്നായിട്ടാണ്. അപ്പോൾ ആ കലണ്ടറിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് പരിശോധിച്ചപ്പം എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താ പറഞ്ഞാൽ അത് സുല്ലം കലണ്ടർ ഒരേ മാതിരിയാണ്. ഡേറ്റിൽ ഒരു വ്യത്യാസമില്ല. ന്യൂമൂൺ അല്ലാത്ത വേറെ സൈറ്റബിലിറ്റിയോ വിസിബിലിറ്റിയോ ഒക്കെ നോക്കിയിട്ട് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആകെ ഒരൊറ്റ മാസം ഇതിന് വ്യത്യാസമുള്ളൂ. ഈ അമേരിക്കയിൽ നിന്ന് ഇറക്കുന്ന, അതായത് ഇവരെ ഗ്ലോബൽ കലണ്ടർ വിത്ത് ഇസ്ലാമിക് ഡേറ്റ്സ് എന്നാണ്. അത് 2008, 2009, 2010 ഒക്കെ കലണ്ടർ അവരെടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു മാസം, അന്ന് ഒരു മിനിറ്റ് ഉണ്ടായിട്ട് നമ്മൾ സുല്ലം കലണ്ടറിൽ പിറ്റേന്ന് ഒന്നാക്കിയിട്ടില്ല. അവിടെ മാത്രം ഒരു മാസത്തിന് വ്യത്യാസമുള്ളത്, ബാക്കിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇദ്ദേഹം തന്നെ പറയുന്ന കാര്യങ്ങൾ ലോകത്തുള്ള എല്ലാവർക്കും അംഗീകരിക്കാവുന്ന രൂപത്തിൽ കാണാൻ സാധ്യതയുള്ള, ഗ്ലോബലി എവിടെയെങ്കിലും ഒരു പ്രദേശത്ത് കാണാൻ സാധ്യതയുള്ള ദിവസം പിറ്റേ ദിവസം 1 എന്ന് ഈ ന്യൂമൂണിന് പകരം എടുക്കുക എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല വലിയ വ്യത്യാസമൊന്നും അത് ഉണ്ടാക്കും തോന്നുന്നില്ല. ലോകത്തുള്ള എല്ലാവർക്കും അത് കുറച്ചും കൂടെ സ്വീകാര്യമായിരിക്കും. സക്കരിയ സാഹിബ് പറഞ്ഞ മാതിരി പിന്നെ അഹില്ലത്തിന്റെ ഡെഫിനേഷനിലും കാര്യത്തിലുള്ള തർക്കവിതർക്കങ്ങളൊക്കെ ഒഴിവാക്കാനും പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം. അസ്സലാമു അലൈക്കും. ഒരു നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പോൾ കൂടുതൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ചർച്ചയുടെ ക്രമം മാറ്റണം എന്നാണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. അതായത് നമ്മുടെ ഇടയിൽ ഈ പ്രശ്നത്തിന് ഒന്നാമതായി പരിഹാരം കാണേണ്ടത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏകീകരണം വേണമോ വേണ്ടയോ എന്നുള്ളതാണ്. അത് തീരുമാനിക്കുന്നതിന് ഒരു 300-400 വരെയുള്ള പണ്ഡിതന്മാരുടെ നിഗമനങ്ങൾ ഈ വിഷയമായി എന്തായിരുന്നു എന്നുള്ളത് കൂടി പരിഗണിക്കണം. രണ്ടാമതായി പറയാനുള്ളത് ഫോർമുല ഏകീകരണത്തിന് അത് ഇജ്തിഹാദിപരമാകുമ്പോൾ, നിരീക്ഷണാടിസ്ഥാനത്തിലുള്ളതാകുമ്പോൾ കഴിയുന്നത്ര പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ ഏകീകരിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യണം. ഇതിനാണ് നേരത്തെ ജാദുൽ ഹക്കിനെയും അതുപോലെ ഖർദാവിയെയും പോലുള്ള ആളുകളെ ഉദ്ധരിച്ചിട്ടുള്ളത്. പിന്നെ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ അക്ഷരങ്ങളിൽ അല്ലെങ്കിൽ പദങ്ങളിൽ ഊന്നുന്നു. ഉദാഹരണം റുയ്യത്തിൽ നമ്മൾ ഊന്നുന്നു. അതേ അവസരത്തിൽ മൊത്തം ഈ വിഷയത്തെ പ്രായോഗികമായി ഒരു കലണ്ടർ രൂപീകരിക്കുന്നതിന് ഖുർആൻ സുന്നത്തിന്റെ ആശയങ്ങളെ ഏകീകരിച്ചുകൊണ്ട് എങ്ങനെ നിർദ്ധാരണം ചെയ്യണം എന്നുള്ളതിലല്ല ഊന്നുന്നത്. ഒരു ഉദാഹരണം, യസ്അലൂനക അനിൽ അഹില്ലത്തി ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്. ഈ എന്തിനാണ് ലിന്നാസി വൽ ഹജ്ജ് എന്നിങ്ങനെ ഊന്നിയിട്ടുള്ളത്? അപ്പൊ ഹജ്ജോടുകൂടെ തീർച്ചപ്പെടുകയും അതേ അവസരത്തിൽ മനുഷ്യരുടെ മറ്റു ഇബാദത്തുകൾക്കും കാര്യങ്ങൾക്കും എല്ലാം തന്നെ നിദാനമാവുകയും ചെയ്യുന്ന ഒരു ഏകീകരിച്ച കലണ്ടറിന്റെ സൂചന ഇതിലുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ റുയ്യത്ത് പോലുള്ളതിൽ ഊന്നുന്നതിനേക്കാൾ. കാരണം പമൻ ഷഹീദ മിൻകും മുശ്ശഹ്റ എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത്. ആ ലക്ഷ്യം സാധിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്, അതായത് ഒരു വസീല മാത്രമാണ്. ഈ ഷഹാദത്ത് എന്നുള്ള ഹദഫിന്റെ ഒരു വസീല മാത്രമാണ് റുയ്യത്ത് എന്ന് പറയുന്നത്.
അവിടെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ അതിന് അറിവൊന്നും വെക്കേണ്ടതില്ല, കാണുക എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ ഉന്നയിക്കപ്പെട്ടുള്ള ഒരു സംഗതി, ഈ ഫഖ്ദുറു ലഹു എന്ന് പറഞ്ഞാൽ അത് അക്മിലു എന്നാണ് എന്ന് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇത് പരിശോധിച്ചിടത്തോളം ഇബ്നു ഉമറിൽ നിന്ന് നേർക്ക് നേരെയുള്ള ഇമാം മാലിക് മുഖേനയുള്ള ശരിയായ റിപ്പോർട്ട് ഫഖ്ദുറു ലഹു എന്നുള്ളതാണ്. ഇതിന്റെ ആശയം തെറ്റിദ്ധരിച്ചോ അല്ലെങ്കിൽ സാധ്യത അനുസരിച്ച് ഇത് നബി നിർദ്ദേശിച്ച അനുസരിച്ചോ ഉള്ള ഒരു മൊഴിമാറ്റം മാത്രമാണ് ഫഖ്ലു എന്നുള്ളത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നഹ്നു ഉമ്മത്തുൻ ഉമ്മിയത്തുൻ ലാ നക്തുബു വലാ നഹ്സിബു എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു ഇജാസ് ആയിട്ടുള്ള കലാമാണ് ഫഖ്ദുറു ലഹു എന്നുള്ളത്. കാരണം ഫഖ്ദുറു എന്നുള്ളതിൽ പൂർത്തിയാക്കുക എന്ന് മാത്രമല്ല ഉൾക്കൊള്ളുന്നത്, ഇബ്നു ഉമറിന്റെയും അതുപോലുള്ള സഹാബത്തിന്റെയും ഒക്കെ നടപടികൾ മേഘാവൃതമായിട്ടുള്ള ദിവസത്തിന് രാത്രിക്ക് പിറ്റേന്ന് അവർ നോമ്പനുഷ്ഠിക്കുന്നു എന്നുള്ള കർമ്മം ഇതിന് തെളിവാണ്. ഈ ജാതിയുള്ള കുറെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അതിന് മുൻഗണന കൽപ്പിച്ച് ചർച്ച മുന്നോട്ട് പോവുകയും ഫോർമുല എന്താവുക എന്ന് പിന്നീട് തീരുമാനിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറണം എന്ന് നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വാഖിറു ദഅ്വാന അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ അതിൽ ജൂതന്മാരോട് എതിരാകുന്ന വിഷയം പറഞ്ഞപ്പോൾ ചില ആളുകൾ അത് വലിയ ഒരു കാര്യമായി നമ്മളുടെ മുമ്പിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അതല്ല. അതായത് ന്യൂമോൺ ടു ന്യൂമോൺ അല്ല ഇസ്ലാം ബേസാക്കി വെച്ചിട്ടുള്ളത്, ഹിലാലാണ്. അതിന് ഒരുപക്ഷേ കാരണം ജൂതന്മാർ ന്യൂമോൺ ടു ന്യൂമോൺ ആണ് എന്നതായതായേക്കാം എന്നാണ്. അല്ലാതെ അതൊരു ബേസായിട്ട് അതുകൊണ്ട് നമ്മൾ ന്യൂമോൺ ടു ന്യൂമോൺ പറ്റൂല എന്ന് മാത്രമല്ല, ഇസ്ലാം ന്യൂമോൺ ടു ന്യൂമോൺ പറ്റൂല എന്ന് പറയാൻ കാരണം ഹിലാലാണ് ബേസാക്കിയത് എന്ന് തന്നെയാണ്. ന്യൂമൺ എന്തുകൊണ്ടാക്കിയില്ല? അതിന് പല കാരണങ്ങളും നമുക്ക് പറയാം. എല്ലാവർക്കും കാണാൻ പറ്റിയത് എന്നൊക്കെ ആകാം. ആ കൂട്ടത്തിൽ ഒന്ന് ഇതും ആയേക്കാം എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റൊന്ന്, ഇവിടെ പിന്നെ കോയക്കുട്ടി സാഹിബും അതുപോലെ മണിക്കുവാൻ സാഹിബും ഒക്കെ എടുത്തുദ്ധരിച്ചൊരു സംഗതി, വെള്ളിയാഴ്ച ഒന്ന് മാത്രമല്ലേ ഉള്ളൂ, നമ്മൾ വെള്ളിയാഴ്ച അല്ലാതെ വേറെ ഒരു ദിവസവും ജുമാ നടത്തുന്നില്ല, ലോകത്തൊരു വെള്ളിയാഴ്ച ഉള്ളൂ എന്നാണ്. അത് ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ഉള്ള സംഗതിയാണ്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനാകർമ്മങ്ങൾ, രണ്ട് രീതിയിലുള്ള ആരാധനാകർമ്മങ്ങൾ ഇസ്ലാമിലുണ്ട്. ഒന്ന് ദിവസങ്ങൾ നിർണയിച്ചു പറഞ്ഞ ആരാധനാകർമ്മങ്ങൾ, മറ്റൊന്ന് തീയതി പറഞ്ഞ ആരാധനാകർമ്മങ്ങൾ. ദിവസങ്ങൾ നിർണയിച്ചു പറഞ്ഞത് നമ്മൾ ദിവസത്തിൽ തന്നെയാണ് നിർവഹിക്കുന്നത്. ജുമാ വെള്ളിയാഴ്ചയാണ് നടത്തുന്നത്, തിങ്കളാഴ്ച നോമ്പ് തിങ്കളാഴ്ച തന്നെയാണ് നടത്തുന്നത്, വ്യാഴാഴ്ച നോമ്പ് വ്യാഴാഴ്ച തന്നെയാണ്. പക്ഷെ തീയതി പറഞ്ഞത് പിന്നെ യൗമു അറഫ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 9 അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നൊരു സംഗതിയാണ്. ദുൽഹജ്ജ് 9 എന്ന് സഹീഹായ ഹദീസിൽ അത് പറഞ്ഞൊരു സംഗതിയാണ്. അപ്പൊ യൗമു അറഫ ദുൽഹജ്ജ് 9 മക്കയിലുള്ളവർ നേരത്തെ മുസ്ലിയാർ പറഞ്ഞതുപോലെ മക്കത്തുള്ള ആളുകൾ അറഫയിൽ നിൽക്കുന്നത് പോലെ നമ്മൾ ഇവിടെ നോമ്പ് നോൽക്കണം. നമുക്ക് ദുൽഹജ്ജ് 9 എന്നത് അത് തീയതി ആസ്പദമാക്കിയാണ്. അപ്പൊ തീയതി ആസ്പദമാക്കിയുള്ള ആരാധനാകർമ്മങ്ങൾ നമ്മളുടെ ഈ ദിവസത്തെ ആസ്പദമാക്കിയുള്ളതുപോലെ ആക്കണം എന്ന് വാദിക്കുകയാണെങ്കിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരു സമയത്ത് തന്നെ ജുമയാക്കണം എന്നും നമുക്ക് പറയാമല്ലോ. അതൊരു നല്ല ആശയമാണ്. പിന്നെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന്റെ ഹിസ്റ്ററി പറഞ്ഞതിലും ഒരുപാട് വാസ്തവ വിരുദ്ധമായ സംഗതികൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആ വിഷയം പഠിക്കണമെന്നേ പറയാനുള്ളൂ. ഞാൻ പറയുന്നത് ലോകത്ത്, ഇത് അടിവരയിട്ട് നിങ്ങൾ മനസ്സിലായിക്കോ, ലോകത്ത് അലി മണിക്ഫാൻ ഉന്നയിക്കുന്ന ഈ ആശയം അദ്ദേഹത്തിന്റെ മുമ്പ് ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതൻ ഉദ്ധരിച്ചത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തികച്ചും നൂതനമായ ഒരു സംഗതിയാണ്. തികച്ചും നൂതനമായ ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ അതിന് ശരിക്ക് നമ്മളുടെ എവിഡൻസ് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. പിന്നെ ഒരു ഹദീസ് ഇവിടെ പലരും തെറ്റായി ഉദ്ധരിച്ചു. ഈ പിന്നെ മണിക്ഫാൻ ഉദ്ധരിച്ചു, അദ്ദേഹത്തിന്റെ കാസറ്റിൽ ഉദ്ധരിക്കുന്നുണ്ട്, അതുപോലെ ഇപ്പോഴും ഉദ്ധരിച്ചു. ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയത്തുൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഹദീസ് ഉണ്ട്. സൂമു ലിറുയത്തി വഫ്തിറു ലിറുയത്തി അതിന്റെ ഭാഗമേ അല്ല. ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയത്തുൻ ലാ നക്തുബു വലാ നഹ്സിബു അസ്സൗമു അശ്ശഹ്റു ഹകദ വഹകദ എന്ന് പറഞ്ഞത് ഒരു ഹദീസും, സൂമു ലിറുയത്തി വഫ്തിറു ലിറുയത്തി എന്ന് പറഞ്ഞത് മറ്റൊരു ഹദീസുമാണ്. ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയത്തുൻ എന്ന ഹദീസിന്റെ കൂടെ ഒരു ഹദീസ് ഗ്രന്ഥത്തിലും സൂമു ലിറുയത്തിഹി വഫ്തിറു ലിറുയത്തി എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത് ഏതോ ചില ഏതെങ്കിലും ലേഖനങ്ങളിൽ ആരെങ്കിലും പറഞ്ഞിട്ടെങ്കിലെങ്കിലേ ഉള്ളൂ. പിന്നെ വേറൊന്ന്, ഒരൊറ്റ വിഷയം കൂടി നേരെ മണിക്ഫാൻ സാഹിബ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു. ഇബ്നു അബ്ബാസും അതുപോലെ തന്നെ ഇബ്നു അബ്ബാസിന്റെ അടുത്ത് രണ്ടാളുകൾ ഈ രാത്രിൻ്റെതാണോ അടുത്ത രാത്രിന്റെ പിന്നെ രണ്ടാമത്തെ രാത്രിയാണോ മൂന്നാമത്തെ രാത്രിയാണോ തർക്കമുണ്ടായി. അപ്പൊ ഇബ്നു അബ്ബാസ് പറഞ്ഞു ഇത് ഈ രാത്രിന്റെ തന്നെയാണ്.
ഈ രാത്രിയുടെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്, അതിലൊരു തകരാറുമില്ല. കാരണം നമ്മൾ ഒന്നാമത്തെ മാസം കാണുന്നെന്ന് പിറ്റേന്ന് പെരുന്നാൾ കഴിക്കുന്നത് പിറ്റേ പകലിലാണ് പെരുന്നാൾ കഴിക്കുന്നത്. ആ മാസം തന്നെയാണ്. നമ്മൾ മാസം കാണുന്ന അന്ന് തന്നെയാണ് നമുക്ക് 1-ാം തീയതി. പക്ഷെ നമുക്ക് പെരുന്നാൾ കഴിക്കാൻ പകലേ പറ്റുള്ളൂ. അതോടെ നമ്മൾ നാളെ പെരുന്നാൾ എന്ന് പറയും. വാസ്തവത്തിൽ നമ്മൾ കാണുന്ന അന്ന് തന്നെയാണ് 1-ാം തീയതി, കാണുന്ന 2-ാം തീയതി, കാണുന്ന 3 തന്നെയാണ് 3-ാം തീയതി. പക്ഷേ പെരുന്നാളോ നോമ്പോ ഒക്കെ ആണെങ്കിൽ അത് അടുത്ത പകലിലേ കഴിയുള്ളൂ. അത് യഥാർത്ഥത്തിൽ ഈ ഹദീസ് ഇസ്ലാമിൽ ദിവസങ്ങൾ ആരംഭിക്കുന്നത് രാത്രിയാണ് എന്നുള്ളതിന്റെ തെളിവാണ്. ഇസ്ലാമിൽ രാത്രി ദിവസം ആരംഭിക്കുന്നു എന്നുള്ളതിനാണ് ഇബ്നു അബ്ബാസിന്റെ ഈ ഹദീസ് നമ്മൾ തെളിവായിട്ട് എടുക്കേണ്ടത്. കാരണം ഇബ്നു അബ്ബാസ് പറഞ്ഞത് നിങ്ങൾ ഈ കണ്ട ഈ രാത്രി തന്നെയാണ് അതെന്നെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് അടുത്ത ദിവസം ഇത് 2 അടുത്ത പകല് 2ന്റെ പകലും പിന്നെ അടുത്ത രാത്രി എത്തുമ്പോൾ അത് 3 ആയി. വളരെ ക്ലിയറാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വേറെയും ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സംസാരത്തിൽ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില കുറച്ച് കട്ടി കൂടിയൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. സാരല്ല, വിഷയം ആ രീതിയിൽ പിന്നെ സംസാരിച്ചു. അതിൽ ക്ഷമ ചോദിക്കാൻ ആർക്കെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ സംഘാടകർക്ക് വളരെയധികം നന്ദി പറയുന്നു. ഇങ്ങനൊരു അവസരം ലഭിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ഈ കാര്യങ്ങൾ പറയാൻ അവസരം ഉണ്ടായതിൽ അള്ളാഹു സ്തുതിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ വിഷയം കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമൊക്കെ ഇതൊരു തുടക്കമായി എന്ന അടിസ്ഥാനത്തിൽ സംഘാടകരായ വോയിസ് ഓഫ് ജസ്റ്റിസിനെ പ്രത്യേകമായി അനുമോദിച്ചുകൊണ്ട് ഞാൻ അടുത്ത ആളുകൾക്ക് കൈമാറും. അലി മലിക് ഖാൻ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ അമേരിക്കയിൽ ഞായറാഴ്ച പെരുന്നാളാണെങ്കിൽ ഇന്ത്യയിലും ഞായറാഴ്ച പെരുന്നാളാവണം എന്ന് മാത്രമായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ കവിഞ്ഞ ഉദ്ദേശം ഇവിടെ അമേരിക്കയിൽ ഞായറാഴ്ച, ഇവിടെ തിങ്കളാഴ്ച, ഇവിടെ നമ്മൾ പറയുന്ന തിങ്കളാഴ്ച, ആ തിങ്കളാഴ്ച ആവരുത്, അതും ഇവിടെയും ഞായറാഴ്ച ആവണം. ഇത്രയൊക്കെ അലി മലിക് ഖാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾക്ക് ആരാധനാ കാര്യങ്ങളിൽ ഒരു ഐകരൂപ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഏറെ നല്ലതാണ് എന്നുള്ള മഹത്തായ ആശയമാണ്. പിന്നെ എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാകുന്ന ചന്ദ്രമാസ കലണ്ടർ ഉണ്ടാക്കാൻ സാധ്യമല്ല. ആ കാര്യം ശാസ്ത്രബോധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാകുന്ന ഒരു കലണ്ടർ മുൻകൂട്ടി അങ്ങോട്ട് ഉണ്ടാക്കി നിങ്ങളുടെ കയ്യിൽ പ്രസന്റ് ചെയ്യാം എന്നാണ് ഉദ്ദേശമെങ്കിൽ അത് ഉട്ടോപ്പിയൻ ഐഡിയ ആണ് എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് പറയാനുള്ള സംഗതികൾ പറയാം. അതിന് വിശുദ്ധ ഖുർആനിൽ മാതൃകയുണ്ട് എങ്ങനെ വിയോജിക്കണമെന്ന്. അതാണ് ഏറ്റവും നല്ല വിയോജിപ്പിന്റെ രീതിശാസ്ത്രം. ഇവിടെ പറഞ്ഞ ഒരു സംശയം ഞാൻ ബഹുമാന്യനായ സക്കരിയ സലഫിയുടെ മുമ്പാകെ വെക്കുകയാണ്. സൗമു അറഫ ദുൽഹജ്ജ് 9-നാണ് എന്ന് ഖണ്ഡിതമായി പിന്നെ ഹദീസിലുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊന്ന് ഉദ്ധരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം സൗമു അറഫ എന്ന പദം തന്നെ ദിവസത്തെ കുറിക്കുന്നതാണ്, ഡേറ്റിനെ കുറിക്കുന്നതല്ല, സംഭവത്തെ കുറിക്കുന്നതാണ്. ദുൽഹജ്ജ് 9-നല്ല, അറഫ സംഭവിക്കുമ്പോഴാണ് നോമ്പെടുക്കേണ്ടത്. അതാണ് സൗമു അറഫ. അല്ലെങ്കിൽ പിന്നെ ആശുറ താസുഅ എന്നൊക്കെ ഡേറ്റിനെ സംബന്ധിച്ച് പറയുന്നത് പോലെ അതും ഒരു താസു ആയി നമുക്ക് പറയാമായിരുന്നു. അല്ലല്ലോ, ഇത് സൗമു അറഫ എന്ന് പറയുമ്പോൾ അറഫ എന്ന് പറയുന്ന ആ സംഭവം എപ്പോഴാണോ അവിടെ സംഭവിക്കുന്നത് അപ്പോഴാണ് സൗമു അറഫ ഉണ്ടാകേണ്ടത്. യൗമു അറഫയിലാണ് സൗമു അറഫ, അല്ലാണ്ട് ദുൽഹജ്ജ് 9-ന് സൗമു അറഫ ഇല്ല. പിന്നെ അപ്പോ അറഫ ഒരു പേരിനോട് അത് കർമ്മം ബന്ധപ്പെട്ടിരിക്കുന്നല്ലോ, പേരിനോട് കർമ്മം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സംഭവിക്കുമ്പോഴാണ് സൗമു അറഫ വേണ്ടത്. സൗമു അറഫയുടെ കാര്യം മാത്രമാണ് ഈ വിഷയത്തിൽ. അതുപോലെ തികച്ചും നൂതനമായ ഒരു സംഗതി വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. തികച്ചും നൂതനമായ സംഗതിയാണ് അലി മലിക് ഖാൻ മുന്നോട്ട് വെക്കുന്നത്. ആയിക്കോട്ടെ, അങ്ങനൊരു സംഭവം മുന്നോട്ട് വെക്കാൻ ഇസ്ലാമിൽ അവകാശമുണ്ടല്ലോ. തികച്ചും നൂതനമായ മദ്രസ ആരാണ് തുടങ്ങിയത്? തികച്ചും നൂതനമായ ഒരു സംരംഭം. ആരാണ് അറബി കോളേജുകൾ തുടങ്ങിയത്? തികച്ചും നൂതനമായ ഒരു സംരംഭം. ആരാണ് സംഘടനകൾ ഉണ്ടാക്കിയത്? അതും തികച്ചും നൂതനമായ സംരംഭം. എല്ലാം ഉൾക്കൊണ്ടില്ല ഈ സമുദായം. അങ്ങനെ ഒരു അവകാശമെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കരുതോ നമുക്ക്? അദ്ദേഹം അങ്ങനെ നൂതനമായ ഒരു സംരംഭം എന്തിനാ? മുൻകാല പണ്ഡിതന്മാർ, നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഏത് പണ്ഡിതനാണ് പറഞ്ഞത്? എന്തിനാ ചോദിക്കണേ? നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഏത് പണ്ഡിതനാണ് മദ്രസ തുടങ്ങിയതെന്ന് നമ്മൾ ചോദിച്ചോ? നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഏത് പണ്ഡിതനാണ് സംഘടന തുടങ്ങിയെന്ന് നമ്മൾ ചോദിച്ചോ? അദ്ദേഹത്തിന് ആ ഒരു അവകാശമെങ്കിലും കൊടുക്കരുതോ? എന്തിനാണ് ഇജ്തിഹാദിന്റെ വാതിൽ ഇങ്ങനെ നമ്മൾ കൊട്ടിയടിച്ചു കളയുന്നത്? അദ്ദേഹത്തിന് ആ അവകാശവുമായി അദ്ദേഹം മുന്നോട്ട് പോട്ടെ, നമുക്ക് വിയോജിക്കാം.
നമുക്ക് നിങ്ങൾ പറയുന്നത് സ്വീകാര്യമല്ലെന്ന് മാന്യമായി പറയാം. എങ്കിലും നിങ്ങൾ പറയുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞ് സർട്ടിഫിക്കറ്റായിട്ട് വന്നാലേ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റൂ എന്ന് പറയുന്നത് ഏറ്റവും തികഞ്ഞ ധിക്കാരമാണ്. അത് നമുക്ക് പറയാൻ പാടില്ലാത്തതാണ്. അതുപോലെ ഈ യഹൂദികളുമായുള്ള ചർച്ച എന്താ പറയാ, നിർഭാഗ്യകരമാണ്. ഇസ്ലാം എല്ലാവരിലേക്കും കടന്നു ചെല്ലേണ്ടുന്ന അള്ളാഹുവിന്റെ വെളിച്ചമാണല്ലോ. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരോട് എതിരാകുന്നത്? അന്നത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ട്, ആ കാലവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പറഞ്ഞതിനെ ആ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു സമുദായമായി മാറി നിൽക്കാതെ ഒരു ഉമ്മത്തായി കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ്, ആ ഒരു ഉഖ്രിജത ലിന്നാസ് എന്ന പദവിയിലേക്ക് കയറിയെന്നുകൊണ്ട് നമുക്ക് എന്തിന് അവരോട് വിയോജിക്കണം? അവർ പറയുന്നതിനെതിരായിട്ട് അവരങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരിക, അവരങ്ങോട്ട് തുപ്പുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് തുപ്പുക, ഇങ്ങനെയുള്ള ഒരു തരംതാണ സംസ്കൃതിയിലേക്ക് നമ്മൾ ഇസ്ലാമിനെ വലിച്ചെടുക്കണം, അല്ലാണ്ട് ദീനിനെ. അപ്പോ അത് ആ പറഞ്ഞതൊക്കെ വേറൊരു സംസ്കൃതിയിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് അവരെ ആ സമുദായം എന്ന നിലയിൽ നിങ്ങൾ അവരോട് ഭിന്നിക്കണം, അവർ ചെയ്യുന്നതൊക്കെ നിങ്ങൾ എതിർക്കണം, അവർ ചെയ്യുന്നതിന് നേരെ വിപരീതമായ നിങ്ങൾ ചെയ്യാവൂ എന്നൊന്നും അള്ളാന്റെ ദീൻ പറയില്ലല്ലോ, അള്ളാന്റെ റസൂലും പറയില്ലല്ലോ. കാരണം കാഫത്തുൽ ലിന്നാസാണ് റസൂല്, റഹ്മത്തുൽ ആലമീനാണ് റസൂല്. അങ്ങനെയുള്ള റസൂല് എന്തിനാണ് വെറുതെ ആ റസൂലിനെ നമ്മളുടെ ഈ താല്പര്യത്തിനനുസൃതമായി വിശദീകരിക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത്? അള്ളാഹു പുറത്തു തരട്ടെ. വാഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, മുഖല്ലിദുകൾ എന്ന് പറയുന്ന 4 മദ്ഹബിന്റെ ഇമാമുകളെ അംഗീകരിക്കുന്ന ആളുകൾ അവരുടെ മദ്ഹബിന്റെ കിതാബുകൾ ഉദ്ധരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും അത് അവരുടെ തഖ്ലീദിന്റെ ഭാഗമാണ് എന്ന്. എന്നാൽ ഇജ്തിഹാദിന്റെ വാതിൽ തുറക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പോലും അവരുടെ ഇജ്തിഹാദുകൾ ഇമാമുകളുടെ കിതാബുകളിൽ അവസാനിക്കുമ്പോൾ നമുക്ക് എത്രാള് പറയേണ്ടി വരുന്നു. കാരണം കിതാബുകൾ മദ്ഹബ് സഹാബി മുഖ്തലഫ് അലഹിയായ ദലീലാണ്. മദ്ഹബ് സഹാബി പോലും ഇജ്മാ, ഖുർആനെ, ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നതിൽ പോലും ഇഖ്തിലാഫ് ഉണ്ട് എന്നാണ്. ഇജ്മാ, ഖിയാസിൽ പോലും ഇഖ്തിലാഫുള്ള അവസ്ഥയിൽ മദ്ഹബ് സഹാബി ഏതായാലും തെളിവല്ലാത്ത അവസ്ഥയിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. ഹിലാൽ എന്ന് പറയുന്നത് മെഹാഖാണോ എന്നുള്ളത് തീർത്തും ഇജ്തിഹാദിയായ ഒരു വിഷയമാണ്. അതിൽ നമ്മുടെ ജനാബ് അലി മണിക്വാൻ സാഹിബ് പറയുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് 2 പ്രതിഫലമുണ്ടാകും. ഇനി അദ്ദേഹത്തിന് തെറ്റാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനും അദ്ദേഹത്തിന് പ്രതിഫലമുണ്ടാകും. ഏതായാലും അദ്ദേഹത്തിന് പ്രതിഫലം ഉറപ്പാണ്. അസ്സലാമു അലൈക്കും. തികച്ചും നൂതനമായ ഒരു സംരംഭത്തിന് മണിക്ഫാൻ ഇറങ്ങിപ്പുറപ്പെട്ടത് അപാടെ അംഗീകരിക്കേണ്ടതുണ്ടോ എന്നത് തീർത്തും സംശയം ഉള്ളൊരു കാര്യമാണ്. ഏതായാലും ഈ നൂതനമായ സിദ്ധാന്തത്തിന് ഞാൻ ഇവിടെ എന്റേതായ ഒരു ഒബ്ജക്ഷൻ പറയുകയാണ്. അതായത് ആ സിഡിയിലും ഇന്ന് തന്നെ വിഷയാവതരണത്തിലും എനിക്ക് മനസ്സിലായത്, ലോക മുസ്ലിങ്ങൾ ഒന്നായി ഒരേ ദിവസം പെരുന്നാളും നോമ്പും അനുഷ്ഠിക്കുക എന്ന കാര്യം ഇവിടെ നടക്കാത്തതിന്റെ പേരിൽ അത് നടത്തുക എന്ന ശരിയായ മാർഗമാണ് ഞങ്ങളുടെ ഈ സംരംഭത്തിന്റെ പിന്നിലെ ലക്ഷ്യമെന്ന് ഇത് വ്യക്തമായി ഒന്നുകൂടി അനാവരണം ചെയ്താൽ ഇതിന്റെ അർത്ഥം ഇതുവരെ കഴിഞ്ഞുപോയ മുസ്ലിം സമൂഹം, ലോകം മുഴുക്കയുള്ള മുസ്ലിം സമൂഹം ഈ പാതയിൽ ലലാലത്തിലാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ലാ തജ്തമിഉ ഉമ്മത്തി അലാ ലലാല, അതായത് ഒരേ ദിവസം പെരുന്നാൾ ആഘോഷിക്കുക, ഒരേ ദിവസം നോമ്പ് തുടങ്ങുക എന്നത് ഇതുവരെ ലോകത്ത് അനുഭവപ്പെട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് സാധിക്കുമെങ്കിൽ നല്ല കാര്യമാണ് എന്ന് പലരും അഭിപ്രായപ്പെട്ടു. പക്ഷെ ഞാൻ പറയുന്നത്, ഇങ്ങനെ നമ്മൾ പ്രഖ്യാപിക്കുന്നതിലൂടെ ലോക മുസ്ലിം സമൂഹം മുഴുവൻ ഇതുവരെ തെറ്റായ പാതയിലായിരുന്നു. റസൂലുള്ള പറയുന്നതോ സമൂഹം ഒന്നടങ്കം ഒരു തെറ്റിൽ അവിടെ കൂപ്പുകുത്തുക എന്നൊരു സ്വഭാവം ഈ ഉമ്മത്തിനുണ്ടാവൂല എന്ന് മാത്രമല്ല, വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. പിന്നെ സുല്ലമുസ്സലാമിന്റെ കലണ്ടറിനും മറ്റും ഒക്കെ അടിസ്ഥാനമായി പറയുന്നത് അമേരിക്കൻ സൊസൈറ്റിയുടേതാണ്. ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഒക്കെ അവരുടെ ഇടപെടലിന്റെ വെളിച്ചത്തിൽ ഞാൻ കേവലം ഒരു ആശങ്ക ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. അമേരിക്ക നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഇതുവരെ നല്ല നിലയിൽ പോകുന്ന ഇബാദത്തുകൾ കൂടി തെറ്റിക്കാനാണോ? ഈ വിഷയം കൂടി ചിന്തിക്കുന്നതിന് അന്ന് എല്ലാവർക്കും നന്ദി. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഒരു നല്ല ഒരു സംരംഭം ഏകദേശം സമാപനത്തിലേക്ക് വരികയാണ്. സത്യത്തിൽ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച ഒരാഗ്രഹം ഒരു 75-80% പൂവണിഞ്ഞിരിക്കുന്നു എന്ന ഒരാശ്വാസത്തിലാണ് ഞാനിപ്പോൾ മൈക്ക് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട 2-3 ആളുകളുടെ ശക്തിയായ വാദം ഇഖ്തിലാഫുൽ മതാലിഅ് എന്തായിരുന്നാലും അംഗീകരിച്ച് തീരൂ എന്ന രൂപത്തിൽ തന്നെയാണ് സംഭാഷണം നീങ്ങിയിട്ടുള്ളത്. ഇഖ്തിലാഫുൽ മതാലിഅ് സ്വീകരിക്കുമ്പോഴാണ് കണ്ടതിന് ശേഷം മാത്രമേ
മാസം പിറന്നു എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന തീരുമാനത്തിലെത്തുന്നത്. ഞാൻ ഇത് ആദ്യമായി കേട്ടത് പേരമൗണ്ടിലെ ഒരു ചർച്ചയിലും മറ്റൊരിക്കൽ ഇവിടെ ഇടിമുഴിക്കൽ നടന്ന ചർച്ചയിലും ഇത് കേട്ട അന്ന് മുതൽക്ക് ഞാൻ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു. ഈ വാദം ലോകത്ത് ആരെങ്കിലും ഇതിനു മുമ്പ് ഉന്നയിച്ചിട്ടുണ്ടോ? അതായത് കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടേ മാസം തുടങ്ങാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു സംഗതി സത്യമാണോ എന്ന് അന്വേഷിച്ചപ്പോൾ വളരെ അത്ഭുതകരമായ പറയട്ടെ, വാള്യം 5 ഫത്തുഹുൽ ബാരിയിൽ 598 പേജില് ലാ തസൂമു ഹത്താ തറവുൽ ഹിലാല എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ ഹദീസില് അദ്ദേഹം നൽകിയ വിശദീകരണം ലാഹിറുഹു ഈജാബു സൗമി ഹീന റുഇയ മതാ വജദത് ലൈലൻ ഔ നഹാറൻ ലാകിന്നഹു മഹ്മൂലുൻ അലാ സൗമിൽ യൗമിൽ മുസ്തഖ്ബിലി വബഅദുൽ ഉലമായി ഫറഖ ബൈനമാ ഖബല അസ്സവാലി ഔ ബഅദഹു വഖാലഫ അശ്ശീഅത്തു അൽ ഇജ്മാഅ ഫഔജബൂഹു മുത്ലഖൻ എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഷിയാക്കളാണ് ലോകത്ത് ആദ്യമായിട്ട് ഫിത്ന ഉണ്ടാക്കിയത്. ഇഖ്തിലാഫുൽ മതാലിബ് എന്ന് പറയുന്ന ഈ വീക്ഷണത്തിലൂടെ ഓരോരുത്തരുടെയും ചക്രവാളത്തിൽ ചന്ദ്രാസ്തമന ശേഷം സൂര്യാസ്തമന ശേഷം ചന്ദ്രനുണ്ട്, എന്നിട്ട് അത് വിസിബിലിറ്റി ഉണ്ടായിട്ടത് മാത്രമേ അവിടെ മുതൽക്കേ മാസം തുടങ്ങൂ എന്ന വാദം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഗണ്ണിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ തീരുമാനത്തെ തകർക്കാൻ വേണ്ടി ഷിയാക്കൾ ഉണ്ടാക്കിയതാണ് എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആണ് കലണ്ടറിന്റെ കാര്യം ആദ്യം തീരുമാനിച്ചത്. ദൂരപ്രദേശത്ത് നിന്ന് ആളുകൾ എത്തിപ്പെടുന്നത് വരെ ദിൽഹിജ്ജ മാസം അറഫയും ഹജ്ജ് ദിവസവും തീരുമാനിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു സമയമെടുക്കുമാറുണ്ടായിരുന്നു. 4-ാം തീയതി 5-ാം തീയതി ഒക്കെ ആയതിനു ശേഷം ബസ്രയിൽ നിന്നും കൂഫയിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വന്ന ആളുകളോട് ചോദിക്കുന്നു, നിങ്ങൾ എവിടെയെങ്കിലും മാസത്തിന്റെ സ്ഥിരീകരണം സംഭവിച്ചിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ എന്ന്. എന്നിട്ട് അവരിൽ നിന്ന് അറിവ് കിട്ടിയതിന് ശേഷമായിരുന്നു അദ്ദേഹം അറഫാ ദിനവും ദുൽഹിജ്ജ ഹജ്ജും തീരുമാനിച്ചത് എന്ന്. ഇതിനെ തകർക്കാൻ വേണ്ടി ഷിയാക്കൾ ഉണ്ടാക്കിയ ഒരു തന്ത്രമാണ് കണ്ടതിന് ശേഷമല്ലാതെ മാസം തീരുമാനിക്കാൻ പാടില്ല എന്ന്. അതിതാ ബുഖാരിയിൽ ഫത്തുഹുൽ ബാരിയിൽ ഈ ലാ തസൂമു ഹത്താ തറവുൽ ഹിലാല എന്നതിന്റെ ലാഹിർ ഈജാബു സൗമി ഹീന റുഇയ മതാ വജദത് ലൈലൻ ഔ നഹാറ, രാത്രിയാകട്ടെ പകലാകട്ടെ കാഴ്ചയുടെ സാധ്യത ഉറപ്പു വന്നാൽ നോമ്പ് നിർബന്ധമായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പറയാം. ലാകിന്നഹു മഹ്മൂലുൻ അലാ സൗമിൽ മുസ്തഖ്ബിൽ. അങ്ങനെ അത് ന്യൂമൂണാണ് യഥാർത്ഥത്തിലാണ് പറയുന്നത്. ന്യൂമൂണാണ് പറയുന്നത്. ന്യൂമൂണാണ് രാത്രിയോ പകലോ എപ്പോഴാണോ നിങ്ങൾക്ക് ബോധ്യമാകുന്നത്, അതിന്റെ റുയത്ത് സ്ഥിരീകരിക്കപ്പെടുന്നത്, അപ്പോൾ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാകുന്നത് എപ്പോഴേക്കാണ്? ലാകിന്നഹു മഹ്മൂലുൻ അലാ സൗമിൽ യൗമിൽ മുസ്തഖ്ബൽ, നാളെ നടക്കുന്ന നോമ്പിലേക്ക് അത് ബാധകമാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയാം വബഅദുൽ ഉലമാ, ചില പണ്ഡിതന്മാർ സവാലിന്റെ ശേഷമോ അതിന് മുമ്പോ ആണ് ഇത് സംഭവിച്ചാലും എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാം ഈ ഇജ്മാഇനെ ഷിയാക്കൾ എതിർത്തു. ഫഔജബൂഹു മുത്ലഖൻ, എന്നിട്ട് അവർ കാഴ്ചയെ തന്നെ വേണമെന്ന് വാശി പിടിച്ചു. പിന്നെ ബാക്കി നിങ്ങൾ വായിച്ചോളി. ജുസ് 5-ാം വാള്യം 598. ഈ വിഷയം വാദപ്രതിവാദത്തിന്റെ വിഷയമല്ല. ഇത് പൂർണ്ണമായും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ വിനയാന്വിതമായി അതിന്റെ മുമ്പിൽ തല താഴ്ത്തുന്ന വിഷയമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു, ഒരിക്കലും നമ്മളുടെ പരിമിതമായ അറിവ് ആത്യന്തികമായ അറിവാണെന്ന ഒരു ധാരണയില്ലാതെ ഈ വിഷയത്തിന്റെ നാനാവശങ്ങളും മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് പരിഹസിക്കുന്ന വിധത്തിൽ നമ്മുടെ ആരാധനകളൊന്നും വരാൻ പാടില്ല. അതിന് കൃത്യമായ ഇസ്ലാമിന്റെ കൺസെപ്റ്റുകളുണ്ട്. ആ കൺസെപ്റ്റിൽ കൂടെ തന്നെ ഇത് നീങ്ങണം. അതിന് ഇത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനും സുന്നത്തും ഇസ്ലാമിക പ്രമാണങ്ങളും എതിരല്ലാത്തത് കൊണ്ട് ആ ഖുർആനിന്റെയും അലിമണിക്ക് ഫാൻ പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ പ്രധാനപ്പെട്ട 3 ആയത്തുകൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. സൂറത്തുൽ ബഖറയിലെ യസ്അലൂനക അനിൽ അഹില്ല എന്ന ആയത്ത്, അത് സൂറത്ത് യൂനുസിലെ ആയത്ത്, അതുപോലെ യാസീനിലെ 2 ആയത്തുകൾ. ഞാൻ അത് മുഴുമിപ്പിച്ചു സൂറത്ത് തൗബയിലെ 2 ആയത്തുകൾ. ഈ ആയത്തുകൾ ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ മുഴുവൻ ഇവിടെ വിശദീകരിച്ചത്. ഹദീസുകൾ മുഴുവൻ നമ്മളിവിടെ ഉദ്ധരിച്ചു. ഇത് സംബന്ധമായി വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസുകളുണ്ട്. സക്കരിയ സാഹിബിനോട് എനിക്ക് ബഹുമാനവും സ്നേഹവും ഉണ്ട്. അതിനോടൊപ്പം ഞാൻ പറയട്ടെ, സൂമുൽ റുയത്തി വഅഫ്തിറു റുയത്തി എന്ന് പറയുന്ന ഹദീസിന്റെ അതേ അധ്യായത്തിൽ അതിന്റെ ചോടെ തന്നെയാണല്ലോ ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയ ലാ നക്തുബു വലാ നഹ്സുബു ഹദീസ് കൊടുത്തിരിക്കുന്നത്. ഒന്നൊന്നിന്റെ വിശദീകരണമല്ലേ? ഇന്നാ ഉമ്മത്തുൻ ഉമ്മിയത്തുൽ ലാ നക്തുബു വലാ നഹ്സുബു അശ്ശഹ്റു ഹഖദാ വഹഖദാ എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ സത്യത്തെ നമ്മൾ മറച്ചു വെക്കേണ്ട ആവശ്യം?
അതൊരിക്കലും ആവശ്യമില്ല. നമുക്ക് സത്യവുമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകുക, തെറ്റിദ്ധരിപ്പിക്കുന്നത് നിർത്തുക, എന്നിട്ട് വിഷയത്തെ പഠിക്കുക. വിനയത്തോടുകൂടി, അഹങ്കാരം എന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഉപേക്ഷിച്ച് വിനയത്തോടുകൂടി മുന്നോട്ട് പോകുക. സർവ്വാധിരാജനായ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിവിടെ കൂടിച്ചേർന്നത് ഒരു സാലിഹായ അമലായി അല്ലാഹു അംഗീകരിക്കുമാറാകട്ടെ. ഇതിന്റെ ഭാരവാഹികൾക്ക് അവസരം തന്നതിന് 1000 നന്ദികൾ രേഖപ്പെടുത്തുന്നു. ഈ ശബ്ദങ്ങൾ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു പ്രതിഫലം തരുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. രാവിലെ നമ്മൾ തുടങ്ങി വെച്ച നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു കാര്യമാണ് കേരളക്കരയിലെ പ്രഗത്ഭരായ പണ്ഡിത ശ്രേഷ്ഠർ അണിനിരന്നുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നിരിക്കുന്നത്. ഈ ചർച്ചയിൽ നിന്ന് ഒരു തീരുമാനമുണ്ടാക്കി പിരിഞ്ഞു പോവുക എന്നുള്ളത് സംഘാടകർ എന്നുള്ള നിലക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല എന്നതുപോലെ പങ്കെടുത്ത നിങ്ങളും പ്രതീക്ഷിച്ചതല്ല. അതേസമയം ഒരു പഠനത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകുന്നതിൽ നമ്മുടെ ചർച്ച എത്തിച്ചേർന്നിരിക്കുന്നു. അൽഹംദുലില്ലാ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, സംസാരിക്കുന്നതിനിടയ്ക്ക് വന്നുപോയ പോരായ്മകളെ സംബന്ധിച്ചുകൊണ്ട് അങ്ങനെ വന്നുപോയി എന്ന് തോന്നിയ ആളുകൾ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കാത്തവരും അങ്ങനെയുള്ളൊരു മനസ്സ് സൂക്ഷിക്കുന്നുണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതേപോലെ തികച്ചും നൂതനമായ ഒന്ന് എന്ന് അലി മണിക് ഖാൻ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കൊണ്ടുവരണമെന്ന് ബഹുമാനായ മഞ്ചേരിയും ഖാദി VP മുഹമ്മദ് മൗലവിയും പറഞ്ഞു. ഇമാം നവവിയുടെ ചില കോട്ടിംഗ് എടുത്തിട്ട് 1000കണക്കിന് വർഷങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുന്നു. അത് ഏതായിരുന്നാലും ഈ വിഷയത്തിൽ ഇവിടെ ഒരു ഔട്ട്പുട്ട് എന്നുള്ള നിലയ്ക്ക്, ഇതിന്റെ റിസൾട്ട് എന്നുള്ള നിലയ്ക്ക് വന്നിരിക്കുന്നത് കഴിയുന്നത്ര ഭിന്നത ഒഴിവാക്കണം. നമ്മുടെ സമൂഹത്തിൽ പെരുന്നാൾ, നോമ്പ് പോലുള്ള വിഷയങ്ങളിൽ ഭിന്നത കഴിയുന്നത്ര ഒഴിവാക്കിക്കൊണ്ട് ഒന്നിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്നാണ് വിവിധ സംഘടനകളുടെ ലീഡർഷിപ്പിൽ തന്നെ ഇരിക്കുന്ന ബഹുമാനരായ പണ്ഡിത നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അൽഹംദുലില്ലാ, വളരെ പ്രകീർത്തിക്കേണ്ടതാണ്. അതിനുള്ള ശ്രമങ്ങൾ ഇനിയും നിങ്ങൾ തുടരണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. അതേപോലെ ഒരു ഏകീകരണ കലണ്ടറിനെ സംബന്ധിച്ചുള്ള സാധ്യതയെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ പുറത്തു കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഇനിയും ചർച്ച ചെയ്യുക. ഇത് മാത്രമല്ല, ഈ മാസപ്പിറവി വിഷയം മാത്രമല്ല, നമുക്കിടയിലുള്ള ഒരുപാട് നമ്മൾ ചെയ്യേണ്ട, മുസ്ലിം സമൂഹം എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ചിലപ്പം അത് വേണ്ട രീതിയിൽ നടക്കാതെ പോകുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നു. ഇതിനൊക്കെ ഇതേപോലെ കൂടിയിരിക്കാൻ സാധിച്ചാൽ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വോയിസ് ഓഫ് ജസ്റ്റിസിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടില്ലായിരുന്നു. നിങ്ങൾക്കൊരു പക്ഷേ അറിയുമായിരിക്കാം വോയിസ് ഓഫ് ജസ്റ്റിസ്. മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ചെറിയ സംഘമാണ് വോയിസ് ഓഫ് ജസ്റ്റിസ്. സമൂഹത്തിലേക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന ചില പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രയോജനകരമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അത് CD-യും കാസറ്റൊക്കെ ആക്കി എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയും ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്. അതേപോലെ സോഷ്യൽ ആക്ടിവിറ്റീസ്, ചാരിറ്റി വർക്ക്, ഇതൊക്കെ ചെയ്തു പോകുന്ന ഒരു ചെറിയ ഓർഗനൈസേഷനാണ് വോയിസ് ഓഫ് ജസ്റ്റിസ്. വോയിസ് ഓഫ് ജസ്റ്റിസിന് വേണ്ടി ഇതിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച മുഴുവൻ പണ്ഡിത നേതാക്കൾക്കും, അതേപോലെ ഇവിടെ ശ്രോതാക്കളായി എത്തിച്ചേർന്ന ആളുകൾക്കും, വിശിഷ്യ വളരെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഇന്നലെ രാത്രി വളരെ വൈകിപ്പോലും പരിപാടി നടത്തി പിന്നെ ഇന്ന് വന്ന് ഫുൾ ടൈം ഇരുന്നിട്ടുള്ള അലി മണിക് ഖാൻ സാഹിബിനും വളരെ സ്നേഹം നിറഞ്ഞ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒത്തുചേരലിനെ ഒരു വലിയ പ്രതിഫലം നൽകുന്ന ഒരു കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ ജനാത്തുൽ ഫിർദൗസിൽ അവന്റെ തൃപ്തി നേടി ഇതുപോലെ പോയിരിക്കുവാൻ കഴിയുന്ന, ഒന്നിച്ച് പോയിരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അവൻ നമ്മെ വളർത്തുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഒരിക്കൽ കൂടി പുറത്ത് മാപ്പാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.